ഞാൻ ഒരിക്കലും ഒരു വീഡിയോയും മലയാളത്തിൽ നിങ്ങളോട് പറഞ്ഞു തരത്തില്ല എന്ന് ഞാൻ ശപഥമെടുത്ത ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വീഡിയോകൾ കംപ്ലീറ്റ് ഞാൻ ഇംഗ്ലീഷിലാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. പക്ഷേ ഇന്ന് എന്തിനാണ് ഞാൻ മലയാളത്തിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്? നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ തലകൾക്ക് വളരെ പ്രാതിനിധ്യമാണ് ഉള്ളത്. അത് ഓരോ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, തലകളുടെ എണ്ണത്തിൽ രാഷ്ട്രീയത്തിൽ വളരെ പ്രാതിനിധ്യമുണ്ടത്. അപ്പോൾ 100 പേര് എവിടെ സംഘടിക്കുമോ അവിടെ എല്ലാ നേതാക്കന്മാരും ഓടിയെത്തും. എന്തിനാണ്? അവരുടെ ഭാവി ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട്. അതിനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ MA ബേബിയോ രമ്യ ഹരിദാസനോ എന്തിനേറെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, എല്ലാ നേതാക്കളും ഇന്ന് ഡൽഹിയിലുണ്ട്. എന്തിനാണ്? വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കാനാണോ? ഇവിടെ ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കപ്പെടുവാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓടേണ്ട നിങ്ങൾ. ആ നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ എവിടെയെന്ന് ചോർന്നു, അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ ഗവൺമെന്റിനോട് ചോദിക്കണം അത് എവിടെയെന്ന് ചോർന്നു. ആ ചോർന്നത് എവിടെയെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് കിട്ടാത്ത അടിസ്ഥാനത്തോളം കാലം, അത് ആ റിപ്പോർട്ട് നമുക്കിവിടെ വരാത്തടത്തോളം കാലം നിങ്ങൾ പ്രക്ഷോഭം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച നമ്മുടെ മക്കൾ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ തോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ വേദന മാതാപിതാക്കൾക്കാണ് ഉണ്ടാവുന്നത്. വിദ്യാർത്ഥികൾക്ക് അങ്ങനെ അത്ര വേദന ഉണ്ടാവത്തില്ല, പക്ഷെ അത് മാതാപിതാക്കൾക്കും ഉണ്ടാവും. പക്ഷേ ഈ മാതാപിതാക്കൾ ഇത്രയും കഷ്ടപ്പെട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഈ ഒരു ഇതിലെത്തുമ്പോൾ ഇങ്ങനെ ഒരു ചോർച്ച എവിടെ നിന്ന് സംഭവിച്ചു? അത് ചുമ്മാ പെട്ടെന്ന് നിങ്ങളെ പറയും പോലെ പെട്ടെന്ന് ഒരു ഇന്റലിജൻസും അത് പെട്ടെന്ന് കണ്ടെത്തത്തില്ല. അത് അതിനുള്ള ആ ടൈം തന്നെയാണ് ഗവൺമെന്റ് ഇപ്പോൾ എടുക്കുന്നത്. കാരണം ഇത് ഇങ്ങനെ എവിടെ നിന്ന് ചോർന്നു, ഇതിന്റെ ആസൂത്രണം എന്താണ് എന്ന് വ്യക്തമായിട്ട് ഗവൺമെന്റ് നോക്കിയിരിക്കുന്നത്. കാരണം ഇതൊരു ഇന്ത്യ എന്നുള്ള നമ്മുടെ രാഷ്ട്രം ജനാധിപത്യ രാഷ്ട്രമാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണ്. അവിടുത്തെ അവകാശികൾ ജനങ്ങളാണ്. ആ ജനങ്ങൾ എന്ത് തീരുമാനം കൊള്ളുന്നോ ആ കാര്യങ്ങൾ മാത്രമേ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിയത്തുള്ളൂ. ഏത് ഭരണാധികാരി, ഇനിയിപ്പോൾ കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും BJP വന്നാലും, ഇന്ത്യയിൽ ഒരു കാര്യം നടപ്പിലാക്കണമെങ്കിൽ അത് ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉള്ള ഒരു കാര്യമേ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെ ഗവൺമെന്റിന് ഒരുപാട് വഴികൾ അവർ കാണുന്നുണ്ട്. കാരണം അവരെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഇന്നുവരെയ്ക്കും അവർക്ക് കിട്ടിയിട്ടില്ല. അത് കാരണം ഇത് എവിടെ നിന്ന് ചോർന്നു, ഇതിന്റെ കാരണം അവർ അന്വേഷിച്ചുകൊണ്ട് അവരെന്നെ ഇന്ത്യ ഗവൺമെന്റ് ചുമ്മാ നിൽക്കുവാണോ? 17 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാലോ, BJP അത്ര നല്ലതെന്നല്ല ഞാൻ പറഞ്ഞിരുന്നത്. BJP ഒന്നും നല്ലതൊന്നുമല്ല. കാരണം BJPയുടെ കാഴ്ചപ്പാടൊക്കെ വേറെയാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്ത്യ 18 സംസ്ഥാനങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രസ്ഥാനത്തെ എവിടെയാണ് അതിൻ്റെ പാളിച്ചകൾ പറ്റി അത് ഗവൺമെന്റ് അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിൻ്റെ കാര്യം എവിടെ നിന്ന് വന്നു ആ അന്വേഷണം കണ്ടെത്തുന്നതിന് മുമ്പേ നിങ്ങളെല്ലാവരും ചാടി പുറപ്പെട്ടു. അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് ആർക്കും അറിയേണ്ടത്. എന്നാൽ പിന്നെ നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് ഇന്നാള് ചോർത്തി വ്യക്തമായിട്ട് രേഖ ഞങ്ങളെയുണ്ട്. എന്തുകൊണ്ട് ഒരു MPയും ഒരു MLAയും എന്തുകൊണ്ട് അത് പറഞ്ഞില്ല പാർലമെന്റിൽ? ഇല്ലെങ്കിൽ അവരുടെ നിയമസഭകളിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിവുണ്ടെങ്കിൽ ഇന്നാളാണ് ചോർത്തിയത്, ആള് രാജിവെക്കണം, എന്തുകൊണ്ട് നിങ്ങളാരും പറഞ്ഞില്ല? അപ്പോൾ നിങ്ങൾ ഇവിടെ സത്യം തെളിയിക്കപ്പെടുവാനല്ല ശ്രമിക്കുന്നത്. വിദ്യാർത്ഥികളെ എങ്ങനെയും ഇന്ത്യയിലൊരു വിപ്ലവം ഉണ്ടായി. അത് വർഗീയ വിപ്ലവമായിരുന്നാലും അല്ലാത്ത വിപ്ലവമായിരുന്നാലും ഇന്ത്യയിൽ വിപ്ലവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മൊത്തം നശിക്കും. നിങ്ങൾക്കറിയാവോ? അത് വിപ്ലവം നടന്നിട്ടുള്ള ഏതൊക്കെ രാഷ്ട്രങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ഇപ്പം തൊട്ടടുത്ത് നമുക്കറിയാം, ബംഗ്ലാദേശിൽ ആ വിപ്ലവം ഉണ്ടായിട്ട് എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഇന്ത്യയിൽ നടക്കത്തില്ല കേട്ടോ. ഇന്ത്യയിൽ അങ്ങനെ ഒരു വിപ്ലവത്തിന്റെ കാഴ്ചപ്പാടും ഇന്ത്യയിൽ നടക്കത്തില്ല. ഇന്ത്യയിൽ ആകെ ഒരു വിപ്ലവം നടത്തിയിട്ടുള്ളൂ, അത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടത്തിയത് എന്തിനു വേണ്ടിയാണ്? അത് എല്ലാവർക്കും നീതി വേണം എന്നുള്ള ചോദ്യം, എല്ലാവർക്കും നീതി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
10 തല കണ്ടിട്ടോ 100 തലകൾ കണ്ടിട്ടോ പോകുന്ന നേതാക്കന്മാരോട് ഒരേ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. വിദ്യാർത്ഥികളെ ഇതിൻ്റെ ഇടയ്ക്ക് വലിച്ചിടരുത്. എന്നാ അറിയോ, അവർക്ക് ഒരുപാട് ഭാവിയുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും കേസിലോ എന്തെങ്കിലും അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരും നോക്കത്തില്ല, നിങ്ങളെല്ലാം തല വീഴും. കാരണം നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഒരുപാട് സ്വാധീനമുള്ളവരാണ് നിങ്ങൾ വരും. പക്ഷേ അവിടെ നഷ്ടപ്പെടുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച മാതാപിതാക്കൾക്കാണ്. കാരണം അവരുടെ സ്വപ്നങ്ങളാണ് അവർ അതുവഴി തകർന്നു പോകുന്നത്. അത് നിങ്ങൾ ആരും ഒരു നേതാക്കന്മാരും മറന്നു പോകില്ല. ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം. അതിനെ വിപ്ലവങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടത്. അതിന് നിയമവശങ്ങളുണ്ട്. ആര് ചോർത്തി അത് എന്താണെന്ന് ഗവൺമെൻറ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ആ അന്വേഷണത്തിൻ്റെ ആരായിരുന്നാലും അവൻ ആ പദവി വേണ്ട. അന്വേഷണത്തിൽ ആര് തെറ്റ് ചെയ്താലും ആ പദവിയിൽ ഇന്ത്യയിൽ അവൻ വേണ്ടവൻ. അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നാലും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ആയിരുന്നാലും ആ പദവിയിൽ തുടരാൻ പിന്നെ അവകാശമില്ല. പക്ഷേ അത് തെളിയിക്കപ്പെട്ടിരിക്കണം. അത് അല്ലാതെ ഒരു വിദ്യാർത്ഥികളെയും നിങ്ങൾ ആരും ഇതിൻ്റെ ഇടയ്ക്ക് എടുത്ത് വലിക്കുക. കാരണം അവർക്ക് എന്തെങ്കിലും കേസ് വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ നശിക്കുന്നത് അത്രയും ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിച്ച കുടുംബങ്ങളാണ്. അത് നിങ്ങൾ ഒരു നേതാക്കന്മാരും മറന്നു പോകരുത്.